ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹത്ത അൽമേറ റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അതും പക്ഷേ കുന്നത്താണ്. കയറി 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 എങ്ങനെ പോകണം. അവിടെ റെസ്റ്റ് ഏരിയാസൊക്കെ ഉണ്ട് ഇതിന് മുകളിൽ. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറുന്നതായിരിക്കും. ഹത്തയുടെ ഫുൾ മാപ്പ്. ഹത്ത ഡാം. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ഹത്ത ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഡാമിൻ്റെ സ്പിൽവേ എങ്കിലും ഇതിന് ഒരു ഉപയോഗം ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്ക് അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഗൾഫ് രാജ്യങ്ങളിൽ കേരളം പോലെ മഴയോ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഡാമിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റിന് അപ്പുറത്തോട്ടൊന്നും വരാൻ ഒരിക്കലും ചാൻസും ഇല്ല. അതുമാത്രമല്ല ഈ സ്പിൽവേയിലൂടെ എത്തിച്ചേരേണ്ട വെള്ളം അത് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലത്താണ് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലം അലോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിതിന് മുകളിലോട്ട് പോവാണ്, മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്പെല്ലാം കയറണം. വഴി കാണിച്ചാൽ മുസ്തഫ ഫ്രണ്ടിലുണ്ട്. ഈ ബോർഡിൽ കാണുന്നത് ഇവിടെയുള്ള വ്യത്യസ്ത തരത്തിൽ കയാക്കിംഗ്, ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് റൈഡ്സ് ആണ്. Single kayak, double kayak, yellow boat, please come forward. Single kayak, double kayak, yellow boat available. Single kayak, double kayak, yellow boat. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ, അതുപോലെ ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൻ്റെ പേരും അതിൻ്റെ പ്രൈസും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹത്ത ഡാമെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു സ്പോട്ട് ഞങ്ങൾ കണ്ടത്. ഇനി അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇതാണ് ഹത്ത 360 ഡിഗ്രി ഹത്ത കംപ്ലീറ്റ് കാണാൻ കഴിയുന്ന ഹത്ത വാച്ച് ടവർ.